ജോൺസേട്ടാ, ഇപ്പൊ ഈ അങ്കമാലി എറണാകുളം അതിരൂപതകള് ഏകീകൃത കുർബാന സമർപ്പണത്തിനെ കുറിച്ച് തർക്കം നടത്തുന്നുണ്ട്. ഈ അതിരൂപതകൾ പുറത്തു നിൽക്കുന്നവർ ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സത്യത്തിൽ നമ്മളിവിടെ രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്ര കമ്മിറ്റി ഒരു തീരുമാനം പ്രഖ്യാപിച്ചു. സ്റ്റേറ്റ് കമ്മിറ്റി ആ തീരുമാനത്തെ അംഗീകരിച്ചു. അവസാനം ജില്ലാ കമ്മിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ ജില്ലാ കമ്മിറ്റി ഈ തീരുമാനത്തെ ധിക്കരിക്കുകയും ജില്ലാ കമ്മിറ്റി പറയുന്ന കാര്യം സ്റ്റേറ്റ് കമ്മിറ്റിയും സെൻട്രൽ കമ്മിറ്റിയും കേന്ദ്ര കമ്മിറ്റിയും അംഗീകരിക്കണം എന്ന് ജില്ലാ കമ്മിറ്റി പറയുന്നൊരവസ്ഥ പോലെയാണ് പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഉടമനിഷ്ഠ ഇതിലിങ്ങനെ തോന്നിപ്പോകും. കാരണം അതൊരു യോജിപ്പായിട്ട് തോന്നില്ല പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു ആൾ അച്ഛനാവുക എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഇപ്പോൾ കന്യാസ്ത്രീ അച്ഛനൊക്കെ ആയി വരുന്ന സമയത്ത് നമ്മളവരെ പഠിക്കാൻ പോകുന്ന കുട്ടികളെ കണ്ടാൽ വളരെ നല്ല മക്കളായിരിക്കും. പിന്നെ അവർ പഠിച്ച് ഇത് പട്ടം കിട്ടി വരുന്ന അല്ലെങ്കിൽ ഈ അഭിഷേകം കിട്ടി വരുന്ന സമയത്തൊക്കെ നല്ല പരിശുദ്ധാരൂപിയുടെ മുഖമായിരിക്കും. പിന്നീട് കാലം കഴിയുന്നതിനനുസരിച്ച് അവരിൽ ചേഞ്ചസ് വരും. അവർ അധികാര കേന്ദ്രങ്ങളിൽ അധികാര സ്ഥാനങ്ങളിലൊക്കെ വരുമ്പോൾ അവരിലെ ആ സ്നേഹം, എളിമ, കരുണാവിനയം ഇതെല്ലാം നഷ്ടപ്പെട്ട് ആധിപത്യ സ്വഭാവം, അധികാരഭാവം ഇത്തരം കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് പിന്നീട് അതും ഇങ്ങനെ മൂർച്ഛിച്ച് ഇന്നത്തെ തലത്തിലേക്ക് അധികാരം എന്നുള്ളൊരു വസ്തുവിലേക്ക് ഒന്നാം സ്ഥാനം വരുന്നൊരവസ്ഥ വരികയാണ്. അപ്പോൾ അതിനു വേണ്ടി അവർ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ശരിക്കും ഇത്തരം വിഷയങ്ങളിലേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ആരംഭം കുറിക്കുന്ന അവിടെ നിന്നാണ്. ക്രൈസ്തവരല്ലാത്തവരാണെങ്കിൽ ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുക? ക്രൈസ്തവരല്ലാത്ത നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം ക്രൈസ്തവരെ പറ്റി കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ക്രിസ്തുവിൻ്റെ അനുയായികളാണ്, സ്നേഹമുള്ളവരാണ്, വിനയമുള്ളവരാണ്, എളിമയുള്ളവരാണ്, മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുന്നവരാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്, സ്നേഹമാണ് ഒന്നാം സ്ഥാനം എന്നെല്ലാമാണ് മറ്റ് വിശ്വാസികളുടെ ധാരണ. പക്ഷേ നമ്മൾ കോളേജുകൾ സ്ഥാപിക്കുന്നു, സ്കൂളുകൾ സ്ഥാപിക്കുന്നു, ജനങ്ങളെ സേവിക്കുന്നു, ആലയങ്ങളും ഹോസ്പിറ്റലുകളും ഒക്കെ ചെയ്യുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ മുഖമാണ് വരുന്നത്. പക്ഷെ അങ്ങനെ അവർ ധരിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ മറ്റേ അച്ഛന്മാർ, മെത്രന്മാർ, ആളുകൾ, അധികാരി വർഗം ഇതിന് വിപരീതമായിട്ട് ഉള്ള അധികാരം ഭാവവും ആധിപത്യ സ്വഭാവവും പരസ്പരം വിട്ടുവീഴ്ചയില്ലാത്ത പെരുമാറ്റങ്ങൾ ഇത്തരം രീതികളെല്ലാം കാണുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ വളരെയധികം നമ്മുടെ നമ്മൾ വസ്ത്രമില്ലാത്ത ആളുകളെ പോലെ അവസ്ഥയിലായിട്ട് നമ്മൾ മാറുന്ന അവസ്ഥയാണ് സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിനൊരു പരിഹാരം? ഇതിന് ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് എത്തുക. നമ്മുടെ മുന്നിൽ നമുക്കുള്ള മാതൃക എന്താണ്? ക്രൈസ്റ്റ്. പിന്നെ നമുക്ക് ക്രൈസ്റ്റിൻ്റെ മാതാവ്, പിന്നെ ശിഷ്യന്മാർ, ഇവരൊക്കെയാണ് ആദ്യകാലത്തെ ക്രിസ്തുവിൻ്റെ അനുയായികൾ. ക്രിസ്തു ആണെങ്കിലും അനുയായികളാണെങ്കിലും സ്വന്തം താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടി സ്വയം ബലിയായി കുരിശിൽ കിടന്ന് മരിച്ച് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിച്ച്, പിതാവേ ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ഒരു ദൈവമാണ്. അതേപോലെ തന്നെ ആ ദൈവത്തിൻ്റെ അനുയായികളെല്ലാവരും ഈ ക്രിസ്തുവിനെ പ്രതി ത്യാഗം സഹിക്കാനും ക്ഷമിക്കാനും സഹിക്കാനും അവരുടെ ജീവൻ തന്നെ ബലിയർപ്പിക്കാൻ തയ്യാറായ ഒരു വിശ്വാസ സിസ്റ്റമാണ് നമ്മൾക്കുള്ളത്. ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി അത് അംഗീകരിച്ചുകൊണ്ട് നിലവിൽ ഉള്ള ഈ വൈദികരും മെത്രാന്മാരും ആ ഒരു അർത്ഥത്തിൽ മുന്നോട്ട് പോവാതിരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം അവർ അങ്ങനെ ആ രീതിയിൽ പോവുകയാണെങ്കിൽ മാത്രമാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇതിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാം. സഭയുടെ ആരംഭകാലം തൊട്ട് ഇത്രയും കാലം വരെ എന്നും സഭയ്ക്കെതിരെ ശക്തമായ സഭയുടെ അകത്തും പുറത്തും ശക്തമായ എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ടാണ് സഭ മുന്നോട്ട് വന്നിട്ടുള്ളത്. സഭയുടെ ശത്രുക്കൾ സഭയെ തകർക്കാൻ കാലാകാലങ്ങളിൽ പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അത് വിജയിച്ച് പോയിട്ടില്ല. ഇപ്പോൾ നമ്മളൊരു രാജ്യത്തെ തകർക്കാൻ നമ്മൾ ചാരന്മാരെ വിടുന്നുണ്ടല്ലോ, അന്യ രാജ്യങ്ങളിലേക്ക് ചാരന്മാരെ വിടുന്ന പോലെ സഭയെ തകർക്കാൻ, സഭയുടെ ഉള്ളിലേക്ക്
ചാരന്മാരെ വിട്ട് സഭയ്ക്ക് അകത്ത് ചെന്ന് സഭയെ തകർക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും. അതുപോലെ തന്നെ പല വൈദികരെയും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും തരത്തിൽ വല്ല ബ്ലാക്ക് മെയിലിങ്ങിനോ എന്തെങ്കിലുമൊക്കെ വിധേയരായി അവരുടെ ഏതെങ്കിലും തരത്തിൽ അവരെ നമ്മളിപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിൽ നമ്മൾ ED-നെ വിട്ട് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണങ്ങളൊക്കെ വന്നിട്ട് അവരെ ലോക്കാക്കുന്ന തരത്തിൽ ഈ വൈദിക ശ്രേഷ്ഠന്മാരെയും മെത്രാന്മാരെയൊക്കെ ലോക്കാക്കി അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സഭയ്ക്കെതിരെ അവരെ വെച്ച് സഭയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുന്നതായിരിക്കും പുറത്തുനിന്ന് ആളുകൾക്ക് നോക്കുന്നത്. മാത്രമല്ല ഇതൊരു നമ്മൾ പറഞ്ഞ ദൈവികമായ ഇടപെടലിന് പകരം ഒരു പൈശാചികമായ ഒരു ശക്തി ഈ സഭയെ തകർക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന രീതിയിലാണ് ഈ പ്രതിഷേധങ്ങൾ, സമരങ്ങൾ, പ്രശ്നങ്ങൾ കാണുന്നത്. പിന്നെ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയിട്ടുള്ള വൈദികരാണെങ്കിലും മെത്രാന്മാരാണെങ്കിലും ഈ പള്ളി അല്ലെങ്കിൽ ഇതായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അൾമായ സംഘടനകൾ അവരുടെയൊക്കെ പെരുമാറ്റ രീതികൾ, സംസാരങ്ങൾ, സമരങ്ങൾ, പ്രസ്താവനകളെല്ലാം കാണുമ്പോൾ അവർക്ക് ദൈവം എന്താണെന്നോ ദൈവവിശ്വാസം എന്താണെന്നോ ക്രൈസ്റ്റ് എന്താണെന്നോ അറിയാത്ത രീതിയാണ് തോന്നുന്നത്. അവരൊക്കെ സാത്താൻ്റെ സന്തതികൾ, സാത്താൻ്റെ മക്കൾ എന്ന രീതിയിലാണ് ആ പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് തോന്നിപ്പോവുക. ഇങ്ങനെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലും പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് തോന്നിപ്പോവുകയാണെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ ചെയ്യുന്ന ചൈതികൾ കണ്ടാൽ അങ്ങനെയാണ്. എല്ലാ ഭാഗത്തും തെറ്റുകൾ പറ്റിയിട്ടുണ്ടായി. പല നേതൃത്വത്തിൻ്റെ ഭാഗത്ത് തെറ്റുകൾ വന്നിട്ടുണ്ടായിരിക്കും. കർദിനാളിൻ്റെ ഭാഗത്ത്, മെത്രാന്മാരുടെ ഭാഗത്തോ മാർപ്പാപ്പയുടെ ഭാഗത്തൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഒരു നേതൃത്വത്തിന് ഒരു തെറ്റ് പറ്റിയാൽ തന്നെ നമ്മളുടെ സിസ്റ്റം വെച്ചിട്ട് അതിനെ പ്രതികരിക്കുന്ന രീതികൾ, ശൈലികൾ ഇങ്ങനെയല്ല ഇത്ര കാലം നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം സിസ്റ്റം ആരുടെയൊക്കെ ഭാഗത്ത് എന്തൊക്കെ തെറ്റ് എങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ തിരുത്തുന്ന രീതി, ശൈലി ഇത്തരം രീതികളല്ല. ഈ അവസ്ഥയ്ക്ക് ഒരു എന്ത് തന്നെയായാലും ഒരു മാറ്റം വന്നേ പറ്റൂ. ഇതിനെ ഈ കേരളത്തിലെ ക്രൈസ്തവരിൽ അല്ല ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ എറണാകുളം അതിരൂപതയിലെ ഈ നേതൃത്വ വടംവലിയും തർക്കങ്ങളും ഒരു കാലത്തും അംഗീകരിക്കില്ല എന്നും പൊതു സമൂഹത്തിൻ്റെ മുന്നിൽ ക്രിസ്തുവിനെയും ക്രിസ്ത്യാനികളെയും അപമാനിക്കാനും നശിപ്പിക്കാനും വേണ്ടി എനിക്ക് വന്നു കഴിഞ്ഞാൽ സഭയെ തകർക്കാനുള്ള ശക്തികൾ പരസ്യമായി രംഗത്ത് വരുന്നതായിട്ടാണ് സഭയുടെ ഉള്ളിലുള്ള യഥാർത്ഥ വിശ്വാസികൾക്ക് തോന്നിപ്പോവുക. നമ്മുടെ മുന്നിലുള്ള മാർഗം ക്ഷമിക്കുക, സഹിക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, സ്നേഹിക്കുക, എളിമപ്പെടുക, വിനയപ്പെടുക, ഇതെല്ലാമാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിന് പകരം ഇത്രമാത്രം വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിക്കുക എന്ന് പറയും. നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ പോലും കാണാത്ത തരത്തിലുള്ള പരിപാടികളാണ്, പ്രതിഷേധങ്ങളും തർക്കങ്ങൾ നടത്തി. ഇതൊക്കെ ഒരു പൈശാചികമാണ്, ദൈവികമല്ല. ഇതാണ് പൊതുസമൂഹത്തിന് മനസ്സിലാവുന്നത്. പുറത്തുള്ള അങ്കമാലി എറണാകുളം അതിരൂപതയ്ക്ക് പുറത്തുള്ള വിശ്വാസികൾക്ക് തോന്നുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്, എൻ്റെ അഭിപ്രായം. ഓക്കെ താങ്ക് യു ജോൺ ചേട്ടാ.